ഭയങ്കര ഒരു വില്ലനായിരുന്നു, ഞാൻ ഭയങ്കര വഴക്കാളിയായിരുന്നു, അങ്ങനെയൊക്കെ വേണം പറയാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ദിവസം എൻ്റെ പപ്പ എന്നോട് ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് വെട്ടിച്ചൊരിക്കുകയാണ് പറയുന്നത്. ഞാൻ എൻ്റെ പപ്പയോട് ഞാൻ കയർത്ത് സംസാരിച്ചു, ഞാൻ അരുതാത്ത വാക്ക് പറഞ്ഞു. എൻ്റെ അമ്മ തലയിൽ കൈവച്ച് വീടിൻ്റെ ഒരു മൂലയ്ക്ക് പോയിട്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞാണോ ഇത്, ഇവൻ ഇങ്ങനെ സംസാരിക്കാറായോ എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിക്കുന്ന ഒരു അമ്മയെ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. പക്ഷെ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്തില്ല. പക്ഷെ അന്നേരം എൻ്റെ ആ ഒരു ദേഷ്യം എന്നെ കൊണ്ട് അരുതാത്തൊരു വാക്ക് എൻ്റെ പിതാവിനോട് പറയാനിടയായി തീർന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ പിതാവ് പറയുന്നത്, നീ ഇവിടെ നിൽക്കാൻ യോഗ്യനല്ല, നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങണം. ആ ഒരു ചോരത്തിളപ്പിൻ്റെ പുറത്ത് ഞാൻ ഇറങ്ങി. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ ചെന്നൈയിൽ പോയി പാർത്തു. ചെന്നൈയിൽ ഞാൻ പോയി പാർത്തപ്പോഴത്തേക്കിനും ആദ്യമൊക്കെ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവർക്ക് എന്ത് പറ്റി, കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ പറ്റി. അവരെന്ത് ചെയ്തു, ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല, ഇവിടെ താമസിക്കണമെങ്കിൽ നീ റെൻറ്റ് തന്നേ പറ്റത്തുള്ളൂ. ഞാനൊരു ഗിറ്റാറുണ്ട്, ഞാനുണ്ട്. ആ ചെന്നൈയുടെ ഓരോ സ്ഥലങ്ങളിലും ഓരോ ഹോട്ടലുകളിലും ഞാൻ ഓരോ സിനിമ പാട്ട് പാടി ഇങ്ങനെ നടക്കുവാനിടയിൽ എനിക്ക് തുച്ഛമായ പൈസ കിട്ടും. ആ പൈസ കൊണ്ട് ഞാൻ വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കും. അങ്ങനെ ജീവിച്ചിരുന്നൊരു നിമിഷം ഏകദേശം 6-7 മാസം എൻ്റെ പിതാവിനോടും മാതാവിനോടും എൻ്റെ സഹോദരനോടും ഞാൻ സംസാരിച്ചില്ല. അവർ ഫോൺ വിളിച്ചാൽ ഞാൻ എടുക്കത്തില്ല. അവരോട് ഭയങ്കര ദേഷ്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഭയങ്കരമായിട്ട് വെറുക്കുന്ന മനുഷ്യരായി അന്ന് അവരെൻ്റെ ജീവിതത്തിൽ മാറി. അങ്ങനെ ഒരു നിമിഷം, ഒരു സമയത്ത് ഞാൻ ഫുഡ് കഴിച്ചു. അന്ന് രാത്രി വന്ന് കിടന്നുറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എൻ്റെ ശരീരമാകെ വിയർക്കുന്നു, ഭയങ്കരമായിട്ട് ഞാൻ ഷിവർ ചെയ്യുന്നു. എൻ്റെ അടുത്തൊരു കൂട്ടുകാരൻ, ഞാൻ ഫോണൊക്കെ ഞാൻ വിറച്ചുകൊണ്ടെടുത്ത് എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചു. അവരെന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി. ഒരാഴ്ച ഈ കൂട്ടുകാരനും എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവരാരുമില്ല. ഞാനും ആ ഹോസ്പിറ്റൽ മുറിയും ഞാൻ ഒറ്റയ്ക്കായി മാറി. ആ സമയത്ത് എന്നോട് ആ നേഴ്സ് ചോദിച്ചു, കൂടെ ആരും ഇല്ലേ, സഹായിക്കാൻ ആരും ഇല്ലേ? അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ കൂട്ടുകാരൊക്കെ വെളിയിലാണ്, അവരോരോ ജോലിയും കാര്യങ്ങളൊക്കെയാണ്. പേരൻസ് അവിടെ. ഞാൻ ആ സിസ്റ്ററോട് ഒരു അക്ഷരവും മിണ്ടിയില്ല. ഞാൻ ആരും ഇല്ലാത്ത ഒരു അനാഥനെ പോലെ ഞാൻ അവരോട് സംസാരിച്ചു, എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞു. അവർ വീണ്ടും ചോദിച്ചു, ശരിക്കും പറഞ്ഞതാണോ, ഇവിടെ പിന്നെ എങ്ങനെ എത്തിപ്പറ്റിയത്? ഞാൻ പറഞ്ഞു, ആ സത്യമുള്ള പോലെ ഞാൻ ആ സിസ്റ്ററോട് പറഞ്ഞു, ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാനിവിടെ വന്നത്. അവരൊരു പെന്തക്കോസ്റ്റുകാരിയായിരുന്നു. അവരെൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ, ബൈബിളിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, നിന്റെ അപ്പനെ അമ്മയെ അനുസരിച്ച് നിനക്ക് എന്തുണ്ടാവും, ദീർഘായുസ്സുണ്ടാകും. ഈ വാക്ക് എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. ഞാൻ പക്ഷേ എൻ്റെ അപ്പനെ വിളിച്ചില്ല, ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചു. അമ്മേ, എനിക്കിങ്ങനൊരു പ്രയാസമുണ്ട്. എൻ്റെ അമ്മയെ ഞാൻ ഫോൺ വിളിച്ചപ്പോൾ എൻ്റെ സ്വരമാണെന്ന് കേട്ടപ്പോഴത്തേക്കിനും നീണ്ട 6 മാസം ഞാൻ സംസാരിച്ചിട്ടില്ല. എൻ്റെ അമ്മ എൻ്റെ ഫോണിൽ കൂടെ കരയുന്നതാണ് എൻ്റെ ചെവിയിൽ ഞാൻ കേട്ടത്. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്കിനും എൻ്റെ പപ്പ ഓടി വന്ന് ഫോണ് തട്ടിപ്പറിച്ച്, മോനെ നീ എവിടാ എന്ന് ചോദിച്ചു. ഞാൻ ഉത്തരം പറഞ്ഞു, പപ്പ, ഞാനിങ്ങനെ ഒരു പ്രയാസത്തിൽ കൂടി കടന്നു പോവുകയാണ്. അപ്പോൾ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ഞാൻ അങ്ങോട്ട് വരാം. വേറൊന്നും ചിന്തിച്ചില്ല. അടുത്ത ദിവസം എൻ്റെ പപ്പ അവിടെ കടന്നു വന്നു. പെട്ടെന്ന് ഈ ഹോസ്പിറ്റലിൽ ഡോറ് തുറന്ന് കയറി വന്നപ്പോൾ എൻ്റെ പപ്പ പാസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, പണ്ടെങ്ങോ പ്രസംഗിച്ച ഒരു ഉപമ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. തൻ്റെ ഓഹരി മേടിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോകുന്ന ഒരു മകൻ, കുടിയനായ പുത്രൻ. അവൻ ഇതുപോലെ തൻ്റെ ഓഹരിയെല്ലാം മേടിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത്, കൂട്ടുകാരുമില്ല, ആരുമില്ല, ഒന്നുമില്ല, ആരുമില്ല, ഒരു സഹായവുമില്ല. അപ്പോൾ ചിന്തിക്കുകയാണ്, ഞാൻ സ്വർഗത്തോടും എൻ്റെ അപ്പനോടും പാപം ചെയ്തിരിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞ് ഞാൻ എന്ത് ചെയ്യും, മടങ്ങി ചെല്ലുമ്പോൾ ആ നടന്നു വരുന്ന ആ മകനെ കണ്ടിട്ട് അപ്പൻ എന്ത് ചെയ്തു, ദൂരത്ത് നിന്ന് കണ്ടിട്ട് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ചുംബനം നൽകി ഭവനത്തിലേക്ക്. ഇതേ ഒരു സിറ്റുവേഷൻ എൻ്റെ ജീവിതത്തിൽ വന്നു. എൻ്റെ പപ്പ ഈ ഡോറ് തുറന്ന് എന്നെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു, എനിക്ക് ചുംബനങ്ങൾ തന്നു. എൻ്റെ പപ്പ എന്നോട് പറഞ്ഞു, സാരമില്ല, നമുക്ക് പോകാം, ഇവിടുന്ന് പോകാം, വീട്ടിൽ പോയാൽ നീ ശരിയാണ്. ഞാൻ എൻ്റെ പപ്പയെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, ഓപ്പ എന്നോട് ക്ഷമിക്കണം, ഞാൻ വളരെയധികം പ്രയാസമാണ് എൻ്റെ പപ്പയോട് ചെയ്തത്, എന്നോട് ക്ഷമിക്കണമെന്ന്. പപ്പ പറഞ്ഞാൽ സാരമില്ല, എൻ്റെ പ്രായത്തിൻ്റെ അല്ലേ. പക്ഷെ ഞാൻ അന്ന് ചിന്തിച്ച ഒരു കാര്യമുണ്ട്, ഇങ്ങനെയൊക്കെ നടന്ന ഒരാളെ വീണ്ടും കർത്താവ് ഈ പാപങ്ങളെല്ലാം ക്ഷമിച്ച് വീണ്ടും എന്നെ നല്ല രീതിയിൽ നടത്തുമെന്ന് ഞാനത് ചിന്തിച്ചു. ഇത്രയും പാവം എൻ്റെ അപ്പനെ അമ്മയും ഞാൻ ബഹുമാനിച്ചില്ല, എൻ്റെ അപ്പനെ അമ്മേനെ ഞാൻ തള്ളി പറഞ്ഞു,
അവരെ ഞാൻ മറന്നു കളഞ്ഞു. ഇങ്ങനെയൊക്കെ ചെയ്ത ഒരാളെ സ്നേഹിക്കുമോ എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒരു തീരുമാനം ഞാൻ എടുത്തു. കർത്താവേ, ഇനി ഞാൻ പാടുവാണെങ്കിൽ, ഇനി ഞാൻ ഉയർത്തുവാണെങ്കിൽ അതെന്നെ കർത്താവിൻ്റെ നാമം മാത്രം ഉയർത്തത്തുള്ളൂ. ഇങ്ങനെ ഒറ്റ തീരുമാനം എടുത്തുകൊള്ളൂ. ആ ഒരൊറ്റ തീരുമാനത്തിലാണ് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുൻപിൽ ഇങ്ങനെ വന്ന് ഞാൻ നിൽക്കുന്നത്. ദൈവം ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നത് വളരെ അതിശയകരമായിട്ടാണ്. അതുകൊണ്ട് വചനം പറഞ്ഞു, ലംഘനം മറച്ചും പാപം ക്ഷമിച്ച് കിട്ടിയ ഭാഗ്യവാൻ. അങ്ങനൊരു ഭാഗ്യം എൻ്റെ ജീവിതത്തിലുണ്ടായി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഏതെങ്കിലും കുഞ്ഞുങ്ങളുടെ അപ്പനോടും അമ്മയോടും നിങ്ങൾ എന്തെങ്കിലും പ്രയാസം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ പോയി നിങ്ങൾ ക്ഷമ പറയുക. കർത്താവ് നിങ്ങളെ വേറൊരു രീതിയിലേക്ക് മാറ്റി വഴി നടത്തുവാൻ സർവശക്തനാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ സ്നേഹത്തെ പറ്റി ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു. ആര് മറന്നു കളഞ്ഞാലും യേശു നിങ്ങളെ മറന്നു കളഞ്ഞില്ല. ഇതെൻ്റെ ഒരു സാക്ഷ്യമാണ്. ഇത് ഞാൻ പെട്ടെന്ന് പറഞ്ഞാണ്, പക്ഷേ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആര് നിന്നെ തള്ളി പറഞ്ഞാലും, ആര് നിന്നെ ഉപേക്ഷിച്ചാലും യേശു നിന്നെ കൈവിടത്തില്ല. കാരണം മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് പറയുന്നിരിക്കുന്ന പോലെ യേശുവോ നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം അതാത് സ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റുണ്ടോ നിൽക്കാമോ? നമുക്ക്